പെട്രോൾ വില 110 കടന്നു. ഡീസലും 100-ന് മുകളിൽ. പച്ചക്കറിക്കും ഇറച്ചിക്കും തുടങ്ങി പാലിന് വരെ വില വർദ്ധിച്ചു. ഇന്ന് നമ്മളെല്ലാവരും നേരിടുന്ന വെല്ലുവിളിയാണ് വില വർധന. ഇറാൻ യുദ്ധം തുടങ്ങിയതിനു ശേഷമാണ് ഉൽപ്പന്ന വില വർദ്ധിക്കാൻ തുടങ്ങിയത്. എണ്ണവില വർധനവ് തന്നെയായിരുന്നു കാരണം. RBI കണക്കുകളിൽ ആശങ്കപ്പെടുത്തുന്ന വിധം വിലക്കയറ്റമില്ലെങ്കിലും പൊതുജനം വലിയ ബുദ്ധിമുട്ടിലാണ്. വിലക്കയറ്റത്തിന് ആനുപാതികമായി ശമ്പളം വർദ്ധിക്കാത്തത് മധ്യവർഗ്ഗക്കാരെ വലിയ പ്രതിസന്ധിയിലാക്കുന്നു. പലർക്കും വരവും ചിലവും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥ. ശമ്പളക്കാർക്ക് മാസാവസാനമാകുമ്പോഴേക്കും ശമ്പളം തീരുന്നു. ഈ പ്രതിസന്ധിക്കിടെ രാജ്യത്തെ സാധാരണക്കാരുടെ തലയിലേക്ക് മറ്റൊരു ഇടിത്തി കൂടി വരികയാണ്. ഇക്കുറി ഊഴം FMCG കമ്പനികളുടേതാണ്. FMCG കമ്പനികൾ എന്ത് നീക്കമാണ് നടത്താൻ പോകുന്നത്? ഇത് എങ്ങനെ സാധാരണക്കാരെ ബാധിക്കും? പരിശോധിക്കാം. FMCG അഥവാ ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ് മേഖല നമ്മുടെ ദൈനംദിന ജീവിതവുമായി ഏറ്റവും അടുത്ത ബന്ധപ്പെട്ടിരിക്കുന്ന വ്യവസായ മേഖലകളിലൊന്നാണ്. ഭക്ഷ്യവസ്തുക്കൾ, പാനീയങ്ങൾ, ബിസ്ക്കറ്റ്, ചോക്ലേറ്റ്, ന്യൂഡിൽസ്, ചിപ്സ്, സോപ്പ്, ഷാംപൂ, ടൂത്ത്പേസ്റ്റ്, ഡിറ്റർജന്റ് തുടങ്ങിയവയെല്ലാം FMCGക്ക് കീഴിലാണ് വരുന്നത്. പതിവായി ഉപയോഗിക്കുകയും വേഗത്തിൽ വിറ്റഴിക്കപ്പെടുകയും ചെയ്യുന്ന ഉൽപ്പന്നങ്ങളാണ് ഈ മേഖലയിലുള്ളത്. വൻതോതിലുള്ള ഉൽപ്പാദനം, ശക്തമായ വിതരണ ശൃംഖല, കുറഞ്ഞ മാർജിനിൽ വലിയ വിൽപ്പന, ബ്രാൻഡ് മത്സരം, വില നിർണ്ണയം, പരസ്യം, ഉപഭോക്തൃശീലങ്ങളിലെ മാറ്റങ്ങൾ എന്നിവയാണ് FMCG മേഖലയെ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകങ്ങൾ. നഗരങ്ങളിൽ മാത്രമല്ല, ഗ്രാമീണ വിപണികളിലും FMCG കമ്പനികൾക്ക് വലിയ സാന്നിധ്യമുണ്ട്. ഈ FMCG കമ്പനികൾ ഉൽപ്പന്ന വില വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്നു എന്നതാണ് ഇപ്പോഴത്തെ വലിയ വാർത്ത. സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പാദത്തിലും വില വർദ്ധിപ്പിക്കാനാണ് FMCG കമ്പനികൾ ഒരുങ്ങുന്നത്. സാമ്പത്തിക വർഷത്തിന്റെ ഒന്നാം പാദത്തിൽ, അതായത് ജൂൺ ക്വാർട്ടറിൽ, FMCG കമ്പനികൾ 2 മുതൽ 5% വരെ ഉൽപ്പന്ന വില വർദ്ധിപ്പിച്ചിരുന്നു. ഇതിനൊപ്പം ചില കമ്പനികൾ ഉൽപ്പന്നങ്ങളുടെ ഭാരം കുറച്ചും പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചിരുന്നു. ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ ചെലവ് വർദ്ധിച്ചതാണ് കമ്പനികളെ വില ഉയർത്താൻ പ്രേരിപ്പിച്ചത്. എന്നാൽ ഈ വില വർധനവ് കൊണ്ടും പിടിച്ചു നിൽക്കാനാകില്ലെന്നാണ് FMCG കമ്പനികളുടെ വിലയിരുത്തൽ. അതുകൊണ്ട് രണ്ടാം പാദത്തിൽ മറ്റൊരു വില വർധനയ്ക്കും അവർ ഒരുങ്ങുകയാണ്. ക്രൂഡ് ഓയിൽ വില, മൺസൂൺ, എൽനിനോ എന്നിവ പരിഗണിച്ചു മാത്രമേ വില വർധനവ് ഉണ്ടാകൂ എന്നാണ് കമ്പനികൾ പറയുന്നത്. എങ്കിലും വില വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം പല കമ്പനികളും എടുത്തുവെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി ഓരോ കമ്പനികളും ഇത് സംബന്ധിച്ച് നടത്തിയ പ്രതികരണങ്ങൾ നോക്കാം. ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് 1.5% മുതൽ 2% വർധനവ് ഉൽപ്പന്നങ്ങളിൽ വരുത്തേണ്ടി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചിലപ്പോൾ 5 രൂപ, 10 രൂപ ബിസ്ക്കറ്റ് പാക്കറ്റുകളുടെ ഭാരം കുറച്ചും അവർ പ്രതിസന്ധിയെ നേരിട്ടേക്കും. വരും മാസങ്ങളിൽ ഉൽപ്പന്നങ്ങളുടെ വില മിനിമം 1%, മാക്സിമം 2% കൂട്ടേണ്ടി വരുമെന്നാണ് ബ്രിട്ടാനിയ MDയും CEOയുമായ രക്ഷിത് ഹർഗാവയുടെ അഭിപ്രായം. ബ്രിട്ടാനിയ കഴിഞ്ഞാൽ വില ഉയർത്താൻ പോകുന്ന മറ്റൊരു FMCG കമ്പനി ഗോദ്രേജ് ആണ്. ജൂണിൽ വില 5% ഉയർത്തിയതിന് പിന്നാലെയാണ് മറ്റൊരു വില വർധനവിന് ഗോദ്രേജ് ഒരുങ്ങുന്നത്. ക്രൂഡ് ഓയിൽ വിലയിലെ വ്യതിയാനങ്ങളാണ് വില വർദ്ധിപ്പിക്കുന്നതിലേക്ക് നയിക്കുന്നതെന്നാണ് കമ്പനി CEO സുധീർ സിതാപതി പറയുന്നത്. കഴിഞ്ഞ 4 ആഴ്ചയായി ഇന്ധനവിലയിൽ ചാഞ്ചാട്ടമുണ്ട്. $75 മുകളിലാണ് ഇന്ധനവില തുടരുന്നത്. $80 മുകളിൽ ഇന്ധനവില നിന്നാൽ വില വർദ്ധിപ്പിക്കുകയല്ലാതെ മറ്റു വഴികളില്ലെന്നും സീതാപതി പറയുന്നു. ഇൻപുട്ട് കോസ്റ്റ് കൂടിയതുകൊണ്ട് വില വർദ്ധിപ്പിക്കുകയല്ലാതെ മറ്റു വഴികളില്ലെന്നാണ് ഡാബർ ഇന്ത്യ CEO മോഹിത് മൽഹോത്ര പറയുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഇൻപുട്ട് കോസ്റ്റ് വർധനവിന്റെ ഭാരം ജനങ്ങൾക്ക് കൈമാറുകയല്ലാതെ മറ്റു പോംവഴികളില്ലെന്നും അദ്ദേഹം പറയുന്നു. ഹിന്ദുസ്ഥാൻ യൂണിലിവറും ഇതേ രീതിയിൽ വില വർധനവിനൊരുങ്ങുകയാണ്. 2% വില വർദ്ധിപ്പിക്കാനാണ് കമ്പനി ഒരുങ്ങുന്നത്. രണ്ടാം പാദത്തിലും പണപ്പെരുപ്പത്തിൽ വലിയ വ്യത്യാസമുണ്ടാകില്ലെന്നാണ് ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് വില വർധനയും ഉണ്ടായേക്കും. ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സും വലിയ വില വർധനവിന് തന്നെയാണ് ഒരുങ്ങിയിറങ്ങിയിരിക്കുന്നത്. പണപ്പെരുപ്പത്തിന്റെ ഭാരം ഇനി ജനങ്ങൾക്ക് കൈമാറാതെ മുന്നോട്ട് പോകാനാകില്ല എന്നാണ് കമ്പനി മാനേജിംഗ് ഡയറക്ടറായ സുനിൽ ഡിസൂസ പറയുന്നത്. വില വർദ്ധിപ്പിക്കാൻ പോകുന്ന മറ്റൊരു ഭീമൻ നെസ്ലയാണ്. എൽനിനോയും യുദ്ധ സാഹചര്യവും നോക്കിയാകും കമ്പനി വില വർദ്ധിപ്പിക്കുക. വിപണിയിൽ ശക്തമായ നിരീക്ഷണം തങ്ങൾ തുടരുകയാണെന്നും വില വർധനവിൽ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നും നെസ്ലെ പ്രതികരിച്ചു. FMCG കമ്പനികൾ നേരിടുന്ന ഇൻപുട്ട് കോസ്റ്റ് വർധനയുടെ ഭാരം ഒടുവിൽ ഉപഭോക്താവിലേക്കാണ് എത്തുന്നത്. ഉൽപ്പന്നങ്ങളുടെ വില കൂട്ടിയോ പാക്കറ്റിന്റെ അളവ് കുറയ്ക്കുകയോ ചെയ്താലും അധിക ചെലവ് വഹിക്കേണ്ടി വരുന്നത് സാധാരണക്കാരനാണ്. അതേസമയം വില തുടർച്ചയായി ഉയർന്നാൽ ഉപഭോക്താക്കളുടെ വാങ്ങൽ ശേഷി കുറയുന്നതും കമ്പനികൾക്ക് വലിയ വെല്ലുവിളിയാകും. ഇനി FMCG കമ്പനികൾ ഇരട്ട പ്രതിസന്ധിയാണ് ഒരേ സമയം അഭിമുഖീകരിക്കാൻ പോകുന്നത്. ഒന്ന്, ഇൻപുട്ട് കോസ്റ്റിലുണ്ടാകുന്ന വർധനവ്. രണ്ടാമത്തേത്, വില വർദ്ധിച്ചാൽ ഡിമാൻഡ് കുറയുമോ എന്ന വെല്ലുവിളി. FMCG സെക്ടറിൽ ഡിമാൻഡിൽ വലിയ ഇടിവുണ്ടാകില്ലെന്ന മാത്രമാണ് കമ്പനികളുടെ ആത്മവിശ്വാസം. പക്ഷേ പെട്രോൾ മുതൽ പലചരക്ക് സാധനങ്ങൾ വരെ വില ഉയരുന്ന സാഹചര്യത്തിൽ FMCG ഉൽപ്പന്നങ്ങളുടെ വില വർധന സാധാരണക്കാരന്റെ മാസ ബജറ്റിൽ എത്രത്തോളം അധികഭാരം സൃഷ്ടിക്കുമെന്നതാണ് ഇനി കാണേണ്ടത്. FMCG ഉൽപ്പന്നങ്ങളുടെ വില വർധനവിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റായി രേഖപ്പെടുത്തൂ.